ഇന്ന് 234 ദിവസം രാത്രി ദീമാപൂർ എത്തി. നാളെയാണ് അടുത്ത ട്രെയിൻ. ഡോർമെട്രി പണി തന്നു, എല്ലാത്തിലും ആളുണ്ട്. അതുകൊണ്ട് വെയിറ്റ് റൂമിലിരുന്ന് രാത്രി ശുഭരാത്രിയാക്കി. ഇവിടെ വന്നത് തന്നെ ഒരു സാധനം വാങ്ങാനാണ്. ട്രെയിൻ ലേറ്റ് ആയാലേ അത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും മെസ്സേജ് വന്നു, തീവണ്ടി 3 മണിക്കൂർ വൈകി എത്തുള്ളൂ. സന്തോഷം. പതിവ് പോലെ റെയിൽവേ ചതിച്ചില്ല. 9 മണി ആയപ്പോഴേക്കും പുറത്ത് പോയി ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ പൊക്കി. കഞ്ഞി പ്രശ്നമാണ്, എന്നും പുറത്തുനിന്ന് കഴിക്കാൻ വയ്യ. അങ്ങനെ തീവണ്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി. ആ കാത്തിരിപ്പ് ഉച്ച വരെ നീണ്ടു. ദേ വരുന്നു തലയും കുലുക്കി 5.5 മണിക്കൂറിന് ശേഷം. ക്ഷീണം കാരണം കയറി വഴിയെ മയങ്ങിപ്പോയി. എണീറ്റപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. വൃത്തിയാക്കുന്നതൊക്കെ നല്ലതാണ്, എന്നാലും മാലിന്യം മൊത്തം ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നത് അത് ശരിയാണോ? പെട്ടെന്ന് തന്നെ കുറേ ടിമാർ വന്ന് ചെക്കിങ് തുടങ്ങി. കുറേ പേർക്ക് ഫൈനൊക്കെ അടച്ചു. എത്ര പേരല്ലേ റെയിൽവേ പറ്റിക്കുന്നത്? ഇതേ മറ്റൊരു കാഴ്ച. എന്തായിരുന്നല്ലേ, ഒരു മടക്കല വാറ്റും സ്റ്റമ്പർ പോകും. ആഹാ, കുട്ടിക്കാലം ഓർമ്മ വരുന്നു. അങ്ങനെ അവസാനത്തെ സ്റ്റോപ്പെത്തി, തിൻസുക്കിയ, ആസാമിൽ തന്നെ. ഇവിടെ നിന്ന് ഇനി അരുണാചൽ പോകണം. ഇതാണ് ഇന്നത്തെ വിശേഷം. ശേഷം നാളെ.